ചെക്കൂസ് ഫസ്റ്റ് ഡേ ഇൻ അയർലാൻഡ് എങ്ങനെയുണ്ട്? ഏതായാലും രണ്ട് നില ബസ് നല്ല രസമുണ്ട്. ഇതാണ് ചെക്കു നമ്മുടെ GPO ആൻഡ് സ്പയർ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതെന്താ ഡബ്ലിന്റെ സ്വന്തം മോളി മെലോൺ. എല്ലാരും അമ്മച്ചിനെ തൊട്ട് അനുഗ്രഹം മേടിക്കുമ്പോൾ ഞാനും പോയി അമ്മച്ചിനെ തൊട്ട് അനുഗ്രഹം. ഇതാ ഡബ്ലിനിലെ ലുലു മോൾ. ലുലു മോൾ എന്താ ലുലു മോനാ? ഇതെന്താ ചെക്കു ഡബ്ലിനിലെ വേലയാ? അത് വണ്ടി വേഷം. എന്താ സംഭവം? ഇതാണ് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റ് എപ്പോഴും ഇങ്ങനെ ഓരോ എന്താണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതെന്തോ സ്പെയിനിന്റെ കൊടിയാന്ന് മാത്രം അറിയാം. സ്പെയിനും അയർലൻഡും എന്താണ്ടൊക്കെ ആയിരിക്കും. ഇതുപോലെ കുറേ പാട്ടുകാരന്മാരാണ് ശരിക്കും ഡബ്ലിൻ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇതുപോലെ പല കഴിവുള്ള ആൾക്കാരും ഈ സ്ട്രീറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. അതായത് അങ്കിട്ട് നോക്കി കണ്ണാടി വെച്ച ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയാണ് ഇവിടുത്തെ പൂക്കാരി. എന്താ ലുക്ക് അടാറ്. ജീനോസിലെ പിസ്ത ജ്യൂസാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും വീണ്ടും കഴിവുകൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ഇടയിൽ ചില ഉടായ്പായിട്ട് വരുന്ന ഇവിടുത്തെ ഓൾഡസ്റ്റ് ഷോപ്പിംഗ് മാളാണ് സെന്റ് സ്റ്റീഫൻസ് ഗ്രീൻ എന്ന് പറയും. ആണോ? എൻ്റെ ഉള്ളിൽ എല്ലാം ഓൾഡാണ്. ഗൈസ്, ഇതാണ് ഡബ്ലിനിലെ ട്രാമ്പല്ല, ലുവാസും ട്രാമ്പ് ഒന്നല്ലേ? ഇന്ത്യ. ഇത് ഗൾഫല്ല. അത് ഇന്ത്യൻ ഷോപ്പാണത്. അങ്ങനെ മുള്ളാമുട്ടി ഒരു സൂപ്പർ മാർക്കറ്റ് പോയി മുള്ളി കഴിഞ്ഞപ്പോഴാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് അല്ല, അത് സ്റ്റേഷനറി ഷോപ്പ്. ഈസന എന്താ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോഴും യൂറോപ്യൻസ് CD യൂസ് ചെയ്യുന്നെന്ന്. കൾച്ചർ വിട്ട് കളിക്കും. പിന്നെ കൾച്ചറാണല്ലോ CD. അങ്ങനെ വിശന്നിട്ട് നന്ദൂസിൽ കയറിയിട്ട് ഏതോ ജസ്റ്റ് ഒന്ന് സിറ്റി പോയിട്ടൊന്ന് കറങ്ങിയപ്പോഴേക്കും ആ ദിവസം പോയാറില്ല. പിന്നെ നേരെ വീട്ടിലോട്ട് വന്ന് കിടന്നു ഉറങ്ങി. ഇവിടെ പിന്നെ 10 മണി ആയാലാണ് രാത്രി ആവുള്ളൂ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഈവനിങ് ആവുള്ളൂ.